സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചുകൊണ്ടാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത്. മലയാളികളുടെ പ്രധാന ആഹാരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അരിയുടെ കാര്യമാണ് ഏറെ പ്രതിസന്ധി ഉയർത്തുന്നത്. 1 കിലോ അരിക്ക് 3 മുതൽ 5 രൂപ വരെ വില ഉയർന്നിട്ടും വിപണി പിടിച്ചു നിർത്തുവാൻ അധികൃതരാരും അനങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. BPL കുടുംബങ്ങൾക്ക് 1 രൂപ നിരക്കിൽ അരി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടും വൻകിട കമ്പനികളുടെ സ്വാധീനം മൂലമാണ് അരിയടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2 ആഴ്ച മുമ്പ് 10 കിലോ അരിക്ക് 370 രൂപ വരെ നിലനിന്നിരുന്നത് ഇപ്പോൾ 400 കിടന്നിരിക്കുകയാണ്. മികച്ച ബ്രാൻഡ് അരി ലഭിക്കണമെങ്കിൽ അത് 500 അടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. വർണ്ണച്ചാക്കുകളിൽ കുത്തിനിറക്കുന്ന അരികൾ പലതും പൊതുമേഖലയിൽ നിന്ന് എത്തുന്ന അരിയാണെന്ന തിരിച്ചറിവും വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഉണ്ടെന്നുള്ളതാണ് വലിയ വൈരുദ്ധ്യം. പൊതുമേഖലയെ തകിടം മറിച്ചുകൊണ്ട് നടക്കുന്ന കരിഞ്ചന്തയിലൂടെയാണ് പൊതുവിപണിയിൽ വിറ്റഴിക്കപ്പെടേണ്ടുന്ന അരി സ്വകാര്യ വ്യക്തികളിൽ എത്തപ്പെടുകയും അത് ചാക്കുകളിൽ നിറച്ച് കമ്പോളത്തിലെത്തിക്കുകയും വലിയ വിലയ്ക്ക് വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നും വിലയിരുത്തലുകൾ ഉയരുന്നുണ്ട്. സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് തകിടം മറിയുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അരിവില പിടിച്ചു നിർത്തുവാനും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് അരി വരുന്നത് സംബന്ധിച്ച വ്യക്തത ഉറപ്പാക്കുവാനും ഭരണകൂടം തയ്യാറാവണമെന്ന പ്രധാന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. അധികാരികളുടെ അടിയന്തര നടപടികളുണ്ടായില്ലെങ്കിൽ മലയാളി കഞ്ഞി കുടിക്കാതെ ദിവസങ്ങൾ മുന്നോട്ട് തള്ളി നീക്കേണ്ടുന്ന ഗതികേടിലാവും. തമിഴിനെയും ആന്ധ്രക്കാരനെയും ആശ്രയിച്ച് കേരളം കഞ്ഞി കുടിക്കേണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാർഷിക മേഖലയ്ക്ക് കരുത്തേകുന്ന പ്രവർത്തനങ്ങൾ വ്യാപകമായി നടത്തുവാൻ സംസ്ഥാന സർക്കാരും പ്രസ്ഥാനങ്ങളും തയ്യാറായില്ലെങ്കിൽ പച്ചക്കറിക്ക് പിന്നാലെ അരിക്കും തമിഴകത്തിന്റെയും കർണാടകത്തിന്റെയും ആന്ധ്രയുടെയും മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ടുന്ന അവസ്ഥയിലാവും മലയാളി.